പ്രൈസ് ലോർഡ്. കർണോളികത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ അനുകൂലമായ പകലിനായി മുഹുതവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർക്കും യേശുവിൻ്റെ രക്തത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളായ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. പരടമാം ഈ പാഴ്മണിലൂടെ പർദീസം ചെയ്ത് നമുക്കൊന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ ഈ ആയുസ്സിൽ ദൈവം ഇങ്ങനെ അനുഗ്രഹീതമായ ഒരവസരം തന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ സ്നേഹവന്ദനം നൽകുന്നു. ഈ ലോക്കൽ സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന ബഹുമാന്യനായ ദൈവദാസൻ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സാൻകുട്ടി പാസ്റ്ററെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അസോസിയേറ്റ് പാസ്റ്റേഴ്സ് പാസ്റ്റർ അജിത്ത്, പാസ്റ്റർ ബിബിൻ, മറ്റെല്ലാ ദൈവദാസന്മാരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യനായ ദൈവദാസൻ ഭോപ്പാലിൽ മഹത്വമുള്ള ദൈവവേല ചെയ്യുന്ന പാസ്റ്റർ പി ജോൺ അവർകൾ എന്നിവിടെ ആയിരിക്കുന്നതിൽ സന്തോഷം. അദ്ദേഹത്തോടൊപ്പം ഒരു ആരാധന ദൈവം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ടിബിനും ഗിഫ്റ്റിയും വന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഗിഫ്റ്റിയുടെ പിതാവും ഭോപ്പാലിലുണ്ടായിരുന്ന പാസ്റ്ററാണ്, പാസ്റ്റർ അറിയും. ഇപ്പോൾ അവർ ഗുജറാത്തിലാണ്. എനിക്കിതിരായ ആ കുഞ്ഞുങ്ങളെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ പ്രിയ ഷൈബി സിസ്റ്റർ, ഷിബു ബ്രദർ, അവരൊക്കെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം എനിക്ക് പ്രിയരാണ്. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ഒന്നിലധികം തവണ ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളവിടെ ഇല്ല, ഞാൻ എൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ വന്ന് കാണാൻ ഇവിടെയാക്കിയല്ലോ. കർത്താവ് നമ്മോട് സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോട് ദൈവത്തിലായിരിക്കാം. 1000 വാക്ക് മനുഷ്യന് കേൾക്കുന്നതിനേക്കാൾ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. ഇന്ന് രാവിലത്തെ വചന കേൾവി നമുക്ക് ദൈവത്തിൽ നിന്നുള്ള കേൾവിയാകാൻ ദൈവമിടയാക്കട്ടെ. പാരിൽ പാർക്കോമൽ പായോസിൽ ഭാരങ്ങളധികം വേണ്ടിനി
പാദങ്ങൾ വെച്ചിടും. കൈകളൊന്ന് ഉയർത്തി വാ തുറന്നേ. നീ പോകാത്ത പാറമേ, എനിക്കായി വിടർന്ന പാറമേ, ഞാനെൻ പാദങ്ങൾ വച്ചിടും. നീ പോകാത്ത പാറമേ, എനിക്കായി വിടർന്ന കൈ ഉയർത്തി പിടിച്ചേ. എനിക്കായി വിടർന്ന പാറമേ, എനിക്കായി വിടർന്ന പാറമേ, എനിക്കായി വിടർന്ന പാറമേ. കരങ്ങളടിച്ച് ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയുടെ ദൈവത്തിന് സ്തോത്രം. 31 സങ്കീർത്തനം 19 വാക്യം വായിക്കാം. Psalms 31 verse 90. 31 സങ്കീർത്തനം 19 വാക്യം. വേഗത്തിൽ വാക്യം എടുത്ത് വായിക്കാം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നില ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയത്. തിരുവഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. 4 പതിറ്റാണ്ടായി യേശു കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനെപ്പോഴും പറയും, നിങ്ങൾ കേൾക്കാറുണ്ട്, എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുകയല്ല, ജീവിക്കുകയാണ് സ്റ്റേജിൽ. ദീർഘനാള് കർത്താവിനെ നിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് പ്രസംഗം ആരംഭിച്ചു. ഞാൻ നമ്മുടെ അജിത്തിനോട് ചോദിച്ചത് എത്ര വയസ്സായെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു പ്രായം പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല പ്രായം, എങ്കിലും ഞാൻ പറയാം. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോൾ ഞാൻ പ്രസംഗം ആരംഭിച്ചത്. അപ്പം മനസ്സിലായി. കൃപയാൽ ഇന്ന് വരെ നിന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവഭക്തന്മാർക്കുള്ള നിരവധി അനുഗ്രഹങ്ങൾ, ഏതാണ്ട് 20ഓളം അനുഗ്രഹങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ഭക്തനുള്ള അനുഗ്രഹം. അതിൽ 2 അനുഗ്രഹം പറയാൻ ഇന്ന് പകൽ ഞാൻ ഈ രാത്രി പ്രസംഗനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി വരും, നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് ഭക്തനായിരുന്നു ഒരു വാക്കിൽ ഞാൻ പറയാം. ഭക്തി എന്നതിനെ വിശുദ്ധ ബൈബിളിൽ 4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത് ഉപയോഗിച്ച പദം ഫിയർ എന്ന പദമാണ്, ഭയം. രണ്ടാമത് ഉപയോഗിച്ച പദം റവറൻസ് എന്ന പദമാണ്, ബഹുമാനം. മൂന്നാമത് ഉപയോഗിച്ച പദം ലവ് എന്ന പദമാണ്, സ്നേഹം. നാലാമത് ഉപയോഗിച്ച പദം ഒബീഡിയൻസ് എന്ന പദമാണ്, അനുസരണം. ഭക്തി എന്ന ഒരു വാക്കിന് 4 അർത്ഥമുണ്ട്. 1 ഭയം, പറഞ്ഞാട്ട്. 2 ബഹുമാനം. 3 സ്നേഹം. 4 അനുസരണം. ദൈവഭക്തൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി, എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ഭയപ്പെടും അവനാണ് ദൈവഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ദൈവഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ദൈവഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ അനുസരിക്കും അവനാണ് ദൈവഭക്തൻ. ഇന്ത്യയിൽ 1000-ലധികം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു ആരാധനയിൽ 2 തവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആരാധനയുടെ പ്രത്യേകത, ആരാധനയ്ക്ക് വരുന്നവർ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. ഇവിടെ പോലെ കസേരയില്ല, അവിടെ താഴെയാണ് ഇരിക്കുന്നത്. അവരെല്ലാവരും മുട്ടുകുത്തും. അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അവർ ആളുകളോട് തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങും. ഇതൊക്കെ അനുകരിക്കാവുന്ന മാതൃകയാണ്. അവർ 1000 പേരും കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കും. അവരൊന്നിച്ചിങ്ങനെ വിളിച്ചു പറയും, എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. നീ ആരാധന വന്ന് എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും? എൻ്റെ അപ്പനേക്കാളുപരി, എൻ്റെ അമ്മയെക്കാളുപരി, എൻ്റെ ഭാര്യയെക്കാളുപരി, എൻ്റെ ഭർത്താവിനേക്കാളുപരി, എൻ്റെ ജോലിയേക്കാളുപരി, എൻ്റെ കുഞ്ഞുങ്ങളെക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച്, നമ്മുടെ കൈയൊന്നടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഷാജി കേൾക്കട്ടെ. വാ തുറന്ന് ശക്തിയോടെ പറ, എനിക്ക് എൻ്റെ യേശു ആവാനിത്, എനിക്ക് എല്ലാറ്റിലും വരുന്ന എൻ്റെ കർത്താവാ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഭക്തനെ കുറിച്ച് പഠിക്കേണ്ടതാണ്, നേരമില്ല. ഇത് വായിച്ചതിൽ നിന്ന് ചില കാര്യം പറയണം. 20 അനുഗ്രഹങ്ങൾ വിശുദ്ധ ബൈബിൾ പറയുന്നു.
തുടങ്ങുന്ന ഇങ്ങനെയാണ്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പറഞ്ഞാട്ടെ, നീ സംഗ്രഹിച്ചതും പിന്നെ ഇതിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. ഒന്ന്, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നന്മ കരുതി വെക്കുന്നു, നന്മ നോക്കി വെക്കുന്നു, നന്മ സംഗ്രഹിച്ചു വെക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലി ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ആർക്കെങ്കിലും വീടിലെ ഭാരപ്പെടരുത്, ജോലിയിലെ ഭാരപ്പെടരുത്, ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. കൈ ഉയർത്തി വാ തുറന്ന് പറ, യഹോവ ഇരേ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറ. കൈയടിച്ച് ശക്തിയോടെ മാനമായിരിക്കരുത്, വാ തുറന്ന് പറ, എൻ്റെ ദൈവം എനിക്കായി കരുതി വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്, സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം നോക്കി വെക്കുന്നവനാണോ? ദൈവം കരുതി വെക്കുന്നവനാണോ? എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം. എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 20:6. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും, കണ്ടോ, ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും. നമുക്കും നമ്മുടെ കൈകൾ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടും മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി കനാനിൽ നന്മ നോക്കി വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറപ്പെടും മുമ്പ്, സിസ്റ്റർ സാക്ഷ്യം കേട്ടില്ലേ, നിങ്ങളുടെയൊക്കെ സാക്ഷ്യം അതാ, നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറപ്പെടും മുമ്പ് ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മ നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം കരുതി വെക്കുന്നവനാണ്, ദൈവം നോക്കി വെക്കുന്നവനാണ്. ദൈവം നോക്കി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും, പാലും തേനും ഒഴുകുന്നതായിരിക്കും. ദൈവം ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി അവൻ വീട് നോക്കി വെച്ചിട്ടുണ്ട്, ജോലി നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി തക്ക തുണകളെ അവൻ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിത്യത കരുതി വെച്ചിട്ടുണ്ട്. കൈ ഉയർത്തി സ്തോത്രം. ദൈവം ഒന്ന് നോക്കി വെക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ദൈവം എന്ന് കരുതി വെക്കുമ്പോൾ പിശാച് തീരുമാനിക്കും നിന്നെ അവിടെ എത്തിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഏത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ദൈവം എനിക്കായി കരുതി വെച്ചതും നോക്കി വെച്ചതും ഇത് തന്നെയാണോ എന്ന് പ്രാർത്ഥിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും ചെറുപ്പക്കാരും വിവാഹിതരുമാണ്. വിവാഹം കഴിക്കാനുള്ള കുറച്ച് പേരേ ഉള്ളൂ, വളർന്നു വരുന്നേ ഉള്ളൂ. ഞാൻ പിള്ളേരോടൊക്കെ പറയും, മക്കളെ, ദൈവം നിനക്ക് വേണ്ടി തക്ക തുണയെ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം അവർ ജനിച്ചപ്പോൾ തന്നെ തക്ക തുണയെ നോക്കി വെച്ചിട്ടുണ്ട്. ഇണയല്ല, തുണയെ, വെറും തുണയല്ല, തക്ക തുണയെ ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ തന്നെ ബസ് സ്റ്റാൻഡിലും കോളേജ് ക്യാമ്പസിലും PIP ക്യാമ്പിലും ഇണയെ നോക്കി അലയണ്ട. സ്വോത്രം സ്വോത്രം പോയി പോക്കണ്ട. ദൈവം കരുതി വെക്കുന്ന ശ്രേഷ്ഠകരമായി. ഒരു കൊച്ചൻ രാവിലെ ബൈബിള് തുറന്നപ്പോൾ 23-ാം സങ്കീർത്തനം കിട്ടിയേ. ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം, ഗുഡ്നസ് ആൻഡ് മേഴ്സി, മേഴ്സി ഷാൽ ഫോളോ മീ. രാവിലെ ബസ് സ്റ്റാൻഡിൽ കോളേജിൽ പോകും ചെന്നപ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്നവള് തൊഴിവെളുത്തവളാ. പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ നിന്റെ പേരെന്താ? അവള് പറഞ്ഞു മേഴ്സി. എന്തോ ഒരു നടത്തിപ്പാ രാവിലെ കണ്ടു. ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ. ഇതാണ് നടത്തിപ്പ്. നീ എൻ്റെ പറയുന്ന പോലെ ധൃതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നവൻ സാവകാശം ദുഃഖിക്കേണ്ടി വരും. ഇത് ഗൗരവമാണ്. ലോകമെങ്ങുമുള്ള പെന്തക്കോസ്തുകാർ ഭാരപ്പെടുന്ന 2 കാര്യത്തിലാണ്: വഴിവിട്ടു പോകുന്ന മക്കൾ, തകരുന്ന കുടുംബ ബന്ധങ്ങൾ. ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചതും ദൈവം നോക്കി വെച്ചതും കിട്ടിയാൽ അല്പം പ്രയാസങ്ങളുണ്ടെങ്കിലും അത് പരിഹരിപ്പാൻ ദൈവം ശക്തനായിരിക്കും. അതുകൊണ്ട് മക്കളെല്ലാം ഹൃദയത്തെ തീരുമാനിച്ചോണം, ദൈവം കരുതി വെച്ചത് മതി. കർത്താവിനായി കഷ്ടപ്പെടുന്ന ദൈവവേദലേ, നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ഓരോ വാക്കും ശ്രദ്ധിച്ചോണം, ദൂതുകളാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് നഷ്ടപ്പെടാതെ നിന്റെ കയ്യിൽ തരാനും അവൻ ശക്തനാണ്. 16-ാം സങ്കീർത്തനം അതാണ് പറഞ്ഞത്. എൻ്റെ അവകാശം, 5-ാം വാക്യം, എൻ്റെ അവകാശത്തിൻ്റെയും അയച്ചോ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. നീ എവിടെ കിടന്നാലും നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. കൈ ഉയർത്തി പിശാചികൾക്ക് ധൈര്യത്തോട് പറ, എൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. മക്കളെ, കൈയടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും.
എൻ്റെ ഓഹരി ദൈവം പരിപാലിക്കും. നീ എവിടെ കിടന്നാലും നിന്റെ ഓഹരി ദൈവം പരിപാലിക്കും. പക്ഷെ ആരുടെ ഓഹരിയാണ് പരിപാലിക്കുന്നത്? ആ വാക്യം കാണിക്കുന്നുണ്ടോ? അല്ലെ വായിച്ചേ, 16-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. ആരാ വായിക്കുന്നേ? എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകും. നീ എനിക്കുള്ള ഓഹരിയെ. ആരുടെ ഓഹരിയാണ് ദൈവം പരിപാലിക്കുന്നത്? എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ എന്ന് പറയുന്ന ദൈവം ഇതിലേ നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. എന്താണ് അവകാശം? എന്താണ് പാനപാത്രം? അവകാശം അത് ബലത്തെ കാണിക്കുന്നു. അവകാശം അത് സൗഖ്യത്തെ കാണിക്കുന്നു. അവകാശം അത് സമൃദ്ധിയെ കാണിക്കുന്നു. എന്നാൽ പാനപാത്രം അത് കഷ്ടതയെ കാണിക്കുന്നു. പാനപാത്രം അത് ബലഹീനതയെ കാണിക്കുന്നു. പാനപാത്രം അത് ഇല്ലായ്മയെ കാണിക്കുന്നു. പാനപാത്രം അത് രോഗത്തെ കാണിക്കുന്നു. രാവിലെ ഹോളിൽ വന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്റെ അവകാശത്തിൻ്റെ പങ്ക് നീ കർത്താവിന് കൊടുത്താൽ, നിന്റെ പാനപാത്രത്തിൻ്റെ പങ്ക് നീ കൊടുത്തില്ലെങ്കിലും അവൻ ഏറ്റെടുക്കുന്ന ദൈവമാണ്. ബലമുള്ളപ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ, സൗഖ്യമുള്ളപ്പോൾ അവനെ സ്തുതിച്ചാൽ, ശക്തിയുള്ളപ്പോൾ അവനെ മഹത്വപ്പെടുത്തിയാൽ, നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് നീ കൊടുത്താൽ, ബലമില്ലാതെയാകുമ്പോൾ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. കരയാൻ ബലമുള്ളപ്പോൾ കരയണം, പ്രാർത്ഥിപ്പാൻ ബലമുള്ളപ്പോൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കാൻ ശക്തിയുള്ളപ്പോൾ ഉപവസിക്കണം, നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം. മക്കളെ, എത്ര ബലമുണ്ടോ ബലമുള്ളപ്പോൾ അത്ര ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോണം. കരമടിപ്പാൻ ശക്തിയുള്ളപ്പോൾ കരമടിച്ചോണം. വാതുറക്കാൻ ശക്തിയുള്ളപ്പോൾ വാതുറ ദൈവത്തെ സ്തുതിക്കണം. കൈ ഉയർത്താൻ ശക്തിയുള്ളപ്പോൾ കൈ ഉയർത്തിക്കോണം. നിന്റെ ബലം ദൈവത്തിന് കൊടുക്കണം. നിന്റെ ശക്തി ദൈവത്തിന് കൊടുക്കണം. നീ ആരാധനയ്ക്ക് വന്നത് കണ്ണും പൂട്ടി വായും തുറന്നിരിക്കാനല്ല, ബലം ദൈവത്തിന് കൊടുക്കാനാ, ശക്തി ദൈവത്തിന് കൊടുക്കാനാ. ബലം ദൈവത്തിന് കൊടുക്ക്, ശക്തി ദൈവത്തിന് കൊടുക്ക്, അവകാശം ദൈവത്തിന് കൊടുക്ക്. ആ ബലമില്ലാതെയാകുമ്പോൾ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ശക്തിയോടെ കരമടി ശന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. ബലം ദൈവത്തിന് കൊടുക്കണം, അവകാശം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം. പാനപാത്രവുമായല്ല ദൈവത്തിൽ ചെല്ലേണ്ടത്. പലരും ബലം കൊടുക്കില്ല, അവകാശം കൊടുക്കില്ല, ശക്തി കൊടുക്കില്ല, പാനപാത്രം കൊടുക്കും. ബലമുള്ളപ്പോൾ എന്തിനാ ആരാധിക്കുന്നത്? ശക്തിയുള്ളപ്പോൾ എന്തിനാ സ്തുതിക്കുന്നത്? പ്രത്യേക കാര്യമൊന്നും ഇല്ലാത്തപ്പോൾ എന്തിനാ ഉപവസിക്കുന്നത്? കരയാൻ പ്രത്യേക കാര്യമൊന്നും ഇല്ലാതെ പിന്നെ എന്തിനാ കരയുന്നത്? പ്രാർത്ഥിക്കാൻ പ്രത്യേക കാര്യമൊന്നുമില്ല, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വിസായിക്ക് പ്രോബ്ലമൊന്നും ഇല്ല, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ജോലിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തിനാ കരയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കരയാത്തവനെ കരയിക്കാൻ ദൈവത്തിനറിയാം. പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. ഞാൻ എപ്പോഴും പറയും, എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നീ തനിയെ ഇരുന്ന് കരയേണ്ടി വരും. നമ്മുടെ പ്രശ്നേ, ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും കിടന്ന് കരഞ്ഞു. ഇവിടെ വന്നപ്പോൾ എന്തിനാ കരയുന്നേ? കരയാൻ പ്രത്യേക കാര്യമൊന്നും ഇല്ലെങ്കിലും കരയുന്ന ചിലർ ഇവിടെ ഉണ്ട്. അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നം വന്നിട്ടല്ല നീ കരയേണ്ടത്. ഒരു ചെറുപ്പക്കാരൻ എന്തുമാത്രം തകരുമെന്ന് ദൈവം ഒരിക്കലിനെ കാണിച്ചു. ഒരു വിദേശ രാജ്യത്ത് 3 പേർ ചേർന്നൊരു കമ്പനി നടത്തുന്നു. ഹൈ പൊസിഷനിൽ അവരെത്തി. 2 പേർ രക്ഷിക്കപ്പെട്ടവർ. അവരുടെ സ്തോത്രം എന്ന് പറയില്ല. ഒരു സിഗരറ്റ് എന്നടുത്ത സിഗരറ്റ് ഏറ്റവും വില കൂടിയ മദ്യവന് വേണം. മറ്റ് സമീകതർ ഒന്നിലധികം തവണ അവനോട് സുവിശേഷം അറിയിച്ചു, പക്ഷെ അവൻ കേട്ടില്ല. ഒരിക്കലും അവൻ്റെ ഭാര്യയുമായി, അവൻ്റെ വൈഫിൻ്റെ പ്രഗ്നൻസി 3-ാം ടൈമിൽ 7-ാം മാസത്തിൽ ഛർദ്ദിച്ചപ്പോൾ രക്തമയം കണ്ടു. ഡോക്ടറെ കാണാൻ കാറ് കൊണ്ട് നിർത്തി നടന്ന് കയറിപ്പോയതാണ്. ഏഷ്യയിലെ ഏറ്റവും പ്രസിദ്ധയായി ഗൈനക്കോളജിസ്റ്റ്. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വൈഫിന് ക്യാൻസർ. അപ്പോഴാണ് പറയുന്നത്, കത്തി തൊട്ടാൽ ടേബിളിൽ കിടന്ന് പിടഞ്ഞു മരിക്കും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ ലോക്കൽ പാസ്റ്റർ അവനെ ഫോണിൽ വിളിച്ച് എൻ്റെ തന്നവൻ്റെ ഏങ്ങലടി കേൾക്കാം. ഏങ്ങലടി. അവനെ കാറിൽ കയറ്റി ഞങ്ങളൊരു ഹോളിൽ, ഗൾഫ് രാജ്യമാണ്, സൗണ്ട് പ്രൂഫാണ്, ഇന്നത്തെ പോലെ ഒന്നും കസേരയൊന്നുമില്ല, പ്ലാസ്റ്റിക് പാനിരത്തിയിരിക്കുന്ന അവിടെ കൊണ്ടിരുത്തി 2 സൈഡിൽ ഞങ്ങൾ മുട്ടുകുത്തി. ഈ ചെറുപ്പക്കാരൻ മുട്ടുകുത്തി കുടം കമത്തുന്ന പോലെ അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളവും ചാടുകയാണ്. കൈ നിലത്ത് വലിച്ചടിക്കുകയാണ്, നിലവിളിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അവൻ്റെ കണ്ണുനീര് വീണ് അവനിരുന്ന പ്ലാസ്റ്റിക് വൃത്താകൃതിയിൽ നനയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു.
കരയുന്നവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം, കരയാത്തവനെ, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. നീ പാനപാത്രവുമായല്ല ദൈവത്തിൽ ചെല്ലേണ്ടത്. ബലമുള്ളപ്പോൾ അവനെ സ്തുതിച്ചോണം, ശക്തിയുള്ളപ്പോൾ ആരാധിച്ചോണം. ചുമ്മാ ചടങ്ങിനായി ഇവിടെ വന്ന് വായി നോക്കി കാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊന്നും എൻ്റെ കാര്യമേ അല്ല. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ട കസേര പറക്കാതിരിക്കാൻ വെച്ചേക്കാന്ന. നാട്ടിലാണെ പറന്നു പോകാതിരിക്കാൻ ചില വേസ്റ്റ് വെക്കുന്ന പോലെ ചില എണ്ണം വന്നിരിക്കും. എന്തൊക്കെ ദിവസങ്ങളില്ല. നീ ഇവിടെ വന്നതേ കസേര പറക്കാതിരിക്കാനല്ല, ബലം ദൈവത്തിന് കൊടുത്തോണം. 2 തുള്ളി കണ്ണുനീര് വിൽസിന് വീഴ്ത്താതെ എഴുന്നേറ്റ് പോകരുത്. സൗഖ്യം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം. കൈയൊന്ന് ഉയർത്തി വായം തുറന്ന ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. 2 പിള്ളേർ സൺഡേ സ്കൂളിന് പോകുകയാണ്. അമ്മ 2 രൂപ എടുത്തു കൊടുത്തു, 2 വെള്ളി രൂപ. 1 രൂപ സ്തോത്ര കാഴ്ച ഇടാൻ, 1 രൂപ മിഠായി വാങ്ങാൻ ചോക്ലേറ്റ് വാങ്ങാൻ കാശ് കൊടുക്കാതെ സൺഡേ സ്കൂളിൽ പോകാത്ത പിള്ളേരുണ്ട്. എത്ര കൊടുത്തേ നിങ്ങൾ പറഞ്ഞേ? 2. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മേളോട്ടെറിയും പിടിക്കും. പോയ പോക്കി 2 രൂപയും പോയി. തപ്പി വന്നോണ്ട് 1 രൂപ കിട്ടി. അവൻ മിടുക്കനായിരുന്നു. എന്തിനാ 2 രൂപ കൊടുത്തേ? അല്ലോ ഒന്ന് പറ. 1 ചോക്ലേറ്റിന് 1. തപ്പി വന്നപ്പോൾ 2 രൂപയും പോയി. കപ്പിപ്പോൾ 1 കിട്ടി. മിടുക്കനായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ എൻ്റെ കാശ് എൻ്റെ കിട്ടി, നിൻ്റെ കാശ് നീ നോക്കിയെടുത്തോ. പോയതാരുടെ കാശ? ഒന്ന് പറയുന്നേ. ആ ചാരി ഇരിക്കുന്നതോടെ ഉപയോഗിക്കുന്നു. പോയതാരുടെ കാശ? കീശ കിടക്കുന്നതോ? നമ്മുടേത്. പോകുന്ന എല്ലാം ദൈവത്തിൻ്റെ, കീശ കിടക്കുന്നതെല്ലാം നമ്മുടെ. എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് സമയമുണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ട് 5 എന്താ ഇവിടുത്തെ രൂപ 5 പൗണ്ട് സ്വത്രാഴ്ച ഇടും. നിന്റെ പ്രയോറിറ്റി എന്തിനാ? നിന്റെ മുൻഗണന എന്തിനാ? ഒരു ഭക്തന്റെ ലക്ഷണം എൻ്റെ കാര്യം കഴിഞ്ഞ് ദൈവകാര്യമെന്നല്ല, എൻ്റെ കർത്താവിൻ്റെ കാര്യം കഴിഞ്ഞു മതി ദൈവത്തിൻ്റെ, എൻ്റെ കർത്താവിൻ്റെ കാര്യം. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടിരുത്തിയെന്ന് ഓർത്തോണം. നിന്റെ അപ്പൻ്റെ മനോഗതി അതായിരുന്നു, നിന്റെ അമ്മയുടെ ചിന്താഗതി അതായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ കാര്യം മതി, എൻ്റെ കാര്യം. കയ്യൊന്ന് ഉയർത്തിയ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ ഈ സ്തോത്രകാഴ്ചയുടെ കാര്യമൊക്കെ ഓർത്തപ്പോഴാണ് പണ്ട് സൺഡേ സ്കൂളിൽ പോയവരോട് ഉണ്ടല്ലോ, പണ്ട് അന്ന് നമ്മൾ എന്താ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഉറക്കെ പറ. പോരില്ല. പിടിയരി, നുള്ളരി 2 ശരിയാ. ഒഴിമണ്ടൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ പിള്ളേർക്ക് ഈ പിടിയരിയും കൊണ്ടരി എന്തുവാന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരറിയണത് ഈ അമ്മച്ചനും അപ്പനും അമ്മനും അരി അടപ്പ ഇടുമ്പോഴേ ഓരോ തവണ അരി ഇടുമ്പോഴും അതിൽ നിന്ന് 1 പിടി മാറ്റും. ആകെ 24 അരി 8 പേർക്ക് കഴിക്കേണ്ടതാ. അതിൽ നിന്ന് 1 പിടി മാറ്റിയിടും ഓരോ തവണയും. എന്നിട്ട് ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ അതിൽ പൊതിഞ്ഞ് തന്നു വിടും. അതിലൊരു പിടി വാരി. അതാണ് അന്ന് സ്വത്രാഴ്ച ഇടാൻ പൈസയൊന്നും ഇല്ല, ഇതാ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെല്ലാം പാസ്റ്റർക്ക് ഉള്ള, ഇതെല്ലാം എടുത്തിട്ട് അവർ പാസ്റ്റർ കൊടുക്കും. അന്നേരം അപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ അന്നത്തെ ചോറ് കളർഫുള്ളാണ്, ബിരിയാണി പോലിരിക്കും. തലപാത്രത്തിൽ നിന്ന് വരുന്നതല്ലേ. ഞാൻ അന്നത്തെ അരിയെക്കുറിച്ച് പറയുന്നത് പുഴുക്കലരിയാന്ന്. പുഴുക്കലരി, അതിന് റേഷനരിയാ. അതൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ വല്ലപ്പോഴും ഓർപ്പിക്കണം. പഴയ കാലം പറയാൻ തുടർന്നൊക്കെ അവർ പറയും. പുഴുക്കലരി, ചാക്കരിലി. പുഴുക്കലരിക്ക് പറഞ്ഞ പുഴു പ്ലസ് കല്ല് പ്ലസ് അരി, അതാ പുഴുക്കലരി. സ്വോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അന്ന് പിടിയരി കൊടുത്തവനും പിടിയരി തിന്നവനെയും ദൈവം ആദരിച്ചു. പാസ്റ്റർമാരുടെ മക്കളാരൊക്കെ ഇവിടെ ഉള്ളതെന്ന് കൈവക്കിക്ക്. ഉപദേശിമാരുടെ അനുഗ്രഹിക്കട്ടെ. പിടിയരി കൊടുത്തവനും അത് തിന്നവനും അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ അപ്പനൊരു പാസ്റ്റർ അല്ലായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊണ്ട് കൊടുക്കുന്നവനായിരുന്നു. സെമിത്തേരി കാണാതെ, സഭാ ഹോള് കാണാതെ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരെയും കാണാതെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കായംകുളത്ത് നിന്ന് ഇറങ്ങിയവനാണ് എൻ്റെ അപ്പൻ.
വിശ്വാസ സ്നാനം സ്വീകരിച്ചതിന് പേരിൽ കായംകുളത്ത് നിന്ന് ആദ്യമായി മുടക്കിയത് എൻ്റെ അപ്പനെയാണ്. നിങ്ങളെൻ്റെ സാക്ഷ്യം ചിലപ്പോൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ മഞ്ചൽ വന്നില്ല, അടക്കാനിടമില്ലായിരുന്നു. സ്തോത്രം. ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. അന്ന് അപമാനമാണ് പെന്തക്കോസ്ത് നാട്ടുകാർ. ഞാനതൊന്നും അല്ല പറയാൻ വന്നത്. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊണ്ട് കൊടുക്കുന്നു. 2 കിലോ അരി വാങ്ങിയാൽ 1 കിലോ ഞങ്ങളുടെ പാസ്റ്റർ. അന്ന് കഷ്ടതരുന്നതാണ്. 2 കിലോ കപ്പ് വാങ്ങിയാൽ 1 കിലോ പാസ്റ്റർക്ക്. അതുകൊണ്ട് ദൈവം എന്നാ ചെയ്യുന്നറിയോ? തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം ദൈവം മറന്നില്ല. തമ്പുരാൻ എന്നെ ഓടിച്ചിട്ടങ്ങ് തീറ്റുക. ഈ ആകാശത്തിന് കീഴിൽ, പറയല്ല, ഈ ആകാശത്തിന് കീഴിൽ എന്തൊക്കെ ഭക്ഷ്യസാധനങ്ങളുണ്ടോ അവയെല്ലാം എൻ്റെ മുമ്പിൽ ദൈവം കൂമ്പാരമായി കൂട്ടി. വേണ്ടായെന്ന് പറഞ്ഞു ഓടുക. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരൻ എന്ന് പാടിക്കും. അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഞാൻ 18 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ അന്ന് പാസ്റ്റർ ഉണ്ടായിരുന്നത്. അന്ന് 18 ദിവസം തുടർച്ചയായി ഞാൻ വീട് മാറി താമസിക്കേണ്ടി വന്നു. ഓരോ വീട്ടിലും ഒരു ദിവസം പാസ്റ്റർ ഞങ്ങളുടെ കൂടെ കഴിയണം, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്. ഒരു ദിവസമെങ്കിലും കാലം. ഇവിടെയും ഇപ്പം വന്നപ്പോഴും ഓരോരുത്തർ വിളിക്കുന്നുണ്ടെന്ന് ഒന്ന് കാലുകുത്തിയിട്ടെന്ന് പോകുന്നു പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് തരാം. ആ റെക്കോർഡ് ഭേദിച്ചു അമേരിക്കയിൽ ചെന്നപ്പോൾ 28 ദിവസം പാസ്റ്റർ ഓരോ ദിവസം ഓരോ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു. ഇപ്പം ആ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെയും മാറി, ഇവിടെ മിക്കവാറും മാറിക്കഴിഞ്ഞല്ല. അപ്പം ഞാൻ അതിനുശേഷം പലയിടത്തും പ്രസംഗിച്ചു, ചിന്തിച്ചു. ദൈവമേ, 18 ദിവസം 18 വീട്. ഓരോ വീട്ടിലും ഓരോ ദിവസം ചെല്ലുമ്പോഴേ ഒരു പുതിയ ബെഡ്ഷീറ്റ്, ഒരു പുതിയ തോർത്ത്, ഒരു പുതിയ സോപ്പ്. വീട്ടിൽ കൊണ്ടുപോകാനല്ല കേട്ടോ. അപ്പം ഞാൻ ചിന്തിച്ചെൻ്റെ ദൈവമേ, കേരളത്തിൽ നിന്ന് ഏത് മന്ത്രി ലണ്ടനിൽ വന്നാലാ 18 സോപ്പിട്ട് കുളിക്കുന്നത്? കർത്താവ് ആർക്കും കടക്കാരനല്ല. പാവപ്പെട്ടൊരു അഭിഷക്തൻ്റെ വീട്ടിൽ കയറ്റി ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ തലമുറയെ കൈവിടില്ലെന്നോർത്തു. നീ ഇന്ന് അനുഭവിക്കുന്ന നന്മയൊക്കെ അതാ കുഞ്ഞെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റ് മിസ്രൈമിദാസിയ ഹാഗാറിനെ യാത്രയാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ഒരായുസ് മുഴുവൻ അബ്രഹാമിനെ സേവിച്ചതിന് മിസ്രൈമിദാസിക്ക് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം. പറഞ്ഞാട്ടെ, ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവും. ഞാൻ കൂടെ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനും നിനക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. നിന്റെ മക്കൾക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്. ദൈവം തരുന്നതിന് പരിമിതിയില്ല. പരിമിതി കൂടാതെ നിന്നെയും നിന്റെ തലമുറയും അനുഗ്രഹിപ്പാൻ ശക്തിയുള്ള കർത്താവ് ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നാം വായിക്കുന്ന അപ്പം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിനെ ഒരു അൻപിൻപാട് ദൂരത്തിട്ട് ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. ഹാഗാർ ഇവിടെ കിടന്ന് കരയുമ്പോൾ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നു. പാസ്റ്ററെ, ജീവൻ പോകാനുള്ള കരച്ചിൽ. ഹാഗാർ കരയുന്നു, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ. കുഞ്ഞ് കരയുന്നു, ജീവൻ പോകാനുള്ള കരച്ചിൽ. ഈ 2 കരച്ചിലും സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെ ദൈവം അവർക്കായി മരുഭൂമിയിൽ ഉറവ തുറന്നു. ഇതിനകത്തിരിക്കുന്ന എത്ര പേർ കരയുന്നവരുണ്ട്?
കരയുന്ന നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി വിണ്ട് കീറിയ മരുഭൂമിയുടെ അവസ്ഥയിലും ഉറവ തുറക്കുവാൻ ശക്തിയുള്ളവൻ ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കരമടിച്ചു വാതുർന്ന് അന്യഭാഷ ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഈ രാവിലെ ഞാൻ പറയാം, എല്ലാം തകരും, എല്ലാം ഉടയും. എന്നാൽ നിന്റെ കണ്ണുനീർ കണ്ട് ദൈവം തുറക്കുന്ന ഉറവ നിന്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകുകയില്ല. അപ്പം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിനെ അൻപിൻപാട് ദൂരത്തിട്ട് അവൾ കരയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി ഉറവ തുറന്നു. ആ തുറക്കപ്പെട്ട ഉറവ കാണാൻ അവിടെ കണ്ണു തുറന്നു. ഞാൻ ഗൾഫ് രാജ്യങ്ങൾ ഒത്തിരി തവണ പ്രസംഗിച്ചു. നിങ്ങളിൽ പലരോടുന്ന് വന്നവരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൾഫ് നാടുകളുടെ ഭക്ഷണ സമൃദ്ധി, വെള്ളത്തിൻ്റെ സമൃദ്ധി? മൊത്തം ഉപ്പ് വെള്ളം ഉള്ളിടത്ത് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധവെള്ളം നൽകുന്നവർ, അവിടുത്തെ ഭക്ഷണ സമൃദ്ധി ലോകത്തെങ്ങും ഞാൻ കണ്ടില്ല. ഇംഗ്ലണ്ടിലും കണ്ടില്ല, അമേരിക്കയിലും കണ്ടില്ല. ഒരു ദിവസം അവർ കളയുന്ന ഭക്ഷണമുണ്ടെങ്കിൽ ഒരു മാസം ഇന്ത്യയുടെ പട്ടിണി മാറും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ മരുഭൂമിയിൽ ഇത്രയും ഭക്ഷണ സമൃദ്ധി എന്താണ്? ഇത്രയും വെള്ളത്തിൻ്റെ സമൃദ്ധി എന്താണ്? കർത്താവിനോട് പറഞ്ഞു, മോനെ, ഇന്നിവിടെ താമസിക്കുന്ന ആളുകളുടെ യോഗ്യത കൊണ്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ കിടന്ന് ഒരു നേരത്തെ ആഹാരം കുഞ്ഞിന് കൊടുക്കാനില്ലാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാതെ, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞ ഒരു തള്ളയുടെ കണ്ണുനീര് കണ്ട് സ്വർഗത്തിലെ ദൈവം അന്ന് തുറന്നു കൊടുത്ത നന്മയുടെ ഉറവ ഇതുവരെ അടഞ്ഞു പോയിട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എല്ലാം തകരും, എല്ലാം തകരും, എല്ലാം ഉടയും. എന്നാൽ നിന്റെ കണ്ണുനീര് കണ്ട് ദൈവം തുറക്കുന്ന ഉറവ നിന്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകുകയില്ല. വാതുറന്ന ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ മക്കളെ ദൈവത്തെ സ്തുതിക്കുക ശക്തിയോടെ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളോടും പറയാം, നിങ്ങളിരിക്കുന്ന കസേര ഇരിക്കാൻ വേറെ ആളില്ലാഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടിരുത്തി ചിന്തിക്കരുത്. നീ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയും നിന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ടാണ് ചിന്തിക്കരുത്. നീ പഠിച്ച കാലത്ത് നിന്നേക്കാൾ മാർക്ക് വാങ്ങിയവരും നിന്നേക്കാൾ റാങ്ക് ഉണ്ടായിരുന്നവരും ഇന്നും ഒരു നേരത്തെ ആഹാരത്തിന് കൈനീട്ടി നിൽക്കുന്നു. നിന്നെ ദൈവം സകല സമൃദ്ധിയിലേക്ക് നടത്തിയത് നിന്റെ യോഗ്യതയല്ല. ഒന്നുകിൽ നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നിന്നെ കിടത്തി ഉറക്കിയിട്ട് നിരത്തി കിടത്തിയിട്ട് നിന്റെ അപ്പൻ അമ്മ നിന്റെ അരികിൽ മുട്ടുകുത്തി, അല്ലെ നിന്റെ അപ്പൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അവരെ നിരത്തി ഉറക്കി കിടത്തിയിട്ട് വല്യപ്പച്ചൻ മുട്ടുകുത്തി. നീ ഉറങ്ങിയപ്പോൾ ഉറങ്ങാതെ അരികിലിരുന്ന് കരഞ്ഞു, കർത്താവേ, നാളെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്കൂളിൽ വിടും? എവിടുന്ന് മാറി ഉടുക്കാൻ കൊടുക്കും? എവിടുന്ന് വീസ് എടുത്ത് കൊടുക്കും കർത്താവ് എന്ന് പറഞ്ഞ് കരഞ്ഞ നാളുകളുണ്ട്. ആ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് നിന്റെ ദേഹം നനച്ചു. ആ കണ്ണുനീർ സ്വർഗത്തിലെത്തി. സകല ഉറവയും അടഞ്ഞപ്പോൾ കണ്ണുനീര് കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് നീയും നിന്റെ തലമുറയും കുടിക്കുന്നതെന്ന് മറക്കരുത്. ഒരുപക്ഷെ അത് കാണാൻ നിന്റെ അപ്പൻ ജീവനോടില്ലെങ്കിലും നിന്റെ അമ്മ ജീവനോടില്ലെങ്കിൽ നീ അനുഭവിക്കുന്ന നന്മ കണ്ണുനീർ കണ്ട് ദൈവം തുറന്നുറവയാണ്. ഇത് തലമുറ മറക്കരുത്. പെന്തക്കോസ്തുകാര, നിന്റെ സന്താനം ഇത് മറക്കരുത്. എന്ന് നീ ഇത് മറക്കുമോ, അപ്പോൾ ദൈവം നിന്റെ ശത്രുവാകും. സകല ഉറവയും അടഞ്ഞപ്പോൾ ദൈവം തുറന്നുറവ. ഈ ദൈവദാസനോട് പറഞ്ഞില്ലേ, എൻ്റെ തലമുറ എന്നേക്കാൾ ഉയരണം. എല്ലാ പിതാക്കന്മാരുടെ ആഗ്രഹം. ദൈവവചനം പറയും, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ശൂന്യമായി കിടന്നത് നിന്റെ തലമുറ കെട്ടിപ്പൊക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ആയുസിൽ നിന്നെ കൊണ്ട് സാധിക്കാത്തത് നിന്റെ തലമുറയെ കൊണ്ട് ദൈവം സാധിപ്പിക്കും. നിനക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ ദൈവം നിന്റെ തലമുറയെ അയക്കും. നിനക്കുയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. കൈയടിച്ച് വാതുറന്ന് അന്യഭാഷയിൽ
ശക്തിയോടെ സ്തുതിച്ച് ക്ലെയിം ചെയ്യുക. എനിക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ ഓ റബ റകുനിയ, എന്റെ ദൈവം എന്റെ തലമുറ അയക്കും. കരച്ചിൽ നിർത്തരുത്. ഏത് സമൃദ്ധിയുടെ നാട്ടിൽ ചെന്നാലും നിന്റെ കണ്ണുനീര് വറ്റരുത്. ലോകത്തിൽ ഇവിടെ മലയാളികളുണ്ടോ നിങ്ങൾക്കറിയാം. അവിടെ എല്ലാം ഞാൻ പോയി കഴിഞ്ഞു ഒന്നിലധികം തവണ. അനേക കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കണ്ടുകൊണ്ട്, ഞാൻ എന്തെങ്കിലും ആയ അപ്പനും അമ്മയും അവിടെ കാണില്ല, ഞാൻ എന്തെങ്കിലും ആയ എൻ്റെ യോഗ്യതയല്ല, എൻ്റെ അപ്പൻ്റെ കണ്ണുനീര, എൻ്റെ അമ്മയുടെ കരച്ചില. അകത്ത് കരയുന്ന എത്ര ദൈവമക്കളുണ്ട്. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് നിന്നെ ഇവിടെ വരെ എത്തിച്ചെങ്കിൽ നീ കരയണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി. കരയുന്ന എത്ര പേരിവിടെയുണ്ട്. ദൈവത്തിൻ്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം. നിന്റെ കണ്ണടയും മുമ്പ്, നീ ലോകത്തോട് യാത്ര പറയും മുമ്പ്, നിന്റെ തലമുറ നിന്റെ മുമ്പിൽ നിന്ന് സാക്ഷി പറയും, എൻ്റെ പപ്പയുടെ കണ്ണുനീരെന്നെ വലിയവനാക്കി, എൻ്റെ മമ്മിയുടെ കണ്ണുനീരെന്നെ വലിയവനാക്കി. നിറകണ്ണുകളോടത് കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. ഒരു കാലത്ത് നമ്മൾ ദൈവസ്ഥിതിക്കുമ്പോഴേ കരയുന്നവരായിരുന്നു. പാട്ടുപാടുമ്പം കരയും, സാക്ഷി പറയുമ്പം കരയുമായിരുന്നു. ഇന്ന് നിന്റെ കണ്ണിൽ കുത്തിയാലും കണ്ണുനീരില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ കൃപയെ വളർന്നെന്നല്ല, കൃപയെ തളർന്നുപോയി. എനിക്കിവിടെയുള്ള ദൈവമക്കളോട് പറയാനുള്ളത്, ഒരു കൃപാവരവും നിനക്കില്ലെങ്കിലും, ഒരു കൃപാവരവും നിനക്കില്ലെങ്കിലും ദൈവത്തിൽ മുട്ടുകുത്തുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നെങ്കിൽ സകല കൃപാവരത്തിൽ ശ്രേഷ്ഠമാണ് കരയാനുള്ള കൃപ. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചോണം, കർത്താവേ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എത്ര ഉയർന്നാലും ഞങ്ങളുടെ കണ്ണുനീര് പറ്റിപ്പോരുത്. നന്ദിയുള്ളൊരു ഹൃദയം, നനയുന്നൊരു കണ്ണ്, തുളുമ്പുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചോണം. എല്ലാവരും വന്ന് ഇതൊന്നും പ്രസംഗിക്കില്ല, പക്ഷെ ഇത് പ്രസംഗിക്കാനാ വിട്ടെ ദൈവം തന്നെ. ഞാൻ 4 ആഴ്ചയാകെ വിടുള്ളൂ. ഒരു 30 സ്ഥലത്തു നിന്ന് എന്നെ വിളിച്ച് കാണില്ലേ പാസ്റ്റർ, നിങ്ങളുടെ വന്നു. ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവകാശം ദൈവത്തിന് കൊടുത്തോണം, ശക്തി ദൈവത്തിന് കൊടുക്കണം, ബലം ദൈവത്തിന് കൊടുക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെല്ലാവർക്കും നിങ്ങളെ ആവശ്യം ബലമുള്ളപ്പോഴാണ്, സൗഖ്യമുള്ളപ്പോഴാണ്, ശക്തിയുള്ളപ്പോഴാണ്. നേഴ്സുമാരായ സഹോദരിമാരെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ആവശ്യം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമ്പോഴാണ്, അല്ലേ നിങ്ങളെ വേണ്ട. സഹോദരന്മാരെ, ബലമില്ല ഏത് കമ്പനിക്കാണ് വേണ്ടേ? ആർക്കും വേണ്ട. ഒന്ന് വീണ് നോക്കട്ടെ, ആർക്ക് വേണം? എന്നാൽ കർത്താവ് നിങ്ങളുടെ അവകാശം പറ്റി കടന്നു കളയുന്നവനല്ല. നിങ്ങളുടെ ബലവൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരുവൻ പറ്റും. ഞാനെപ്പോഴും പറയും, ഒരു പാസ്റ്റർ എത്ര നാൾ ജനത്തിന് വേണമെന്ന്. ഇവിടുത്തെ കാര്യമല്ല, നാട്ടിൽ 3 വർഷമാണ് അല്ലെ 6 വർഷം. ഒരു ശുശ്രൂഷകന് എത്ര നാൾ വേണം? ചിലപ്പം 10 വർഷം. നോ 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 ഞാൻ പറയാം, പാസ്റ്റർ എത്ര നാൾ വേണം? ശബ്ദം അടയ്ക്കുന്നിടം വരെ. തൊണ്ടയടച്ചാൽ പിന്നെ ആർക്ക് വേണം? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ത്രൂ ഔട്ട് 30 ദിവസം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്രാമത്തെ മീറ്റിംഗാണ്? രാപകൽ. ഇന്ന് വൈകിട്ടൊരു മീറ്റിങ്ങുണ്ട്. അടുത്തിരിക്കുന്ന ദൈവദാസനോടൊരു സ്തോത്രം പറയാൻ ശക്തിയില്ലാതെ കയറുന്നത്. പക്ഷേ ഈ ശക്തി എവിടെ നിന്നെന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവളും സഭയും ദൈവമക്കൾ ആയിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 3 ദിവസം ഒരു പാസ്റ്റർ അവിടെ അടുപ്പിച്ച് യോഗം ലീഡ് ചെയ്താൽ പിന്നെ സൗണ്ട് പോയില്ലേ? എന്താ കൃപ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മാസം 30 ദിവസം ഉണ്ട്. 30 ദിവസം പ്രസംഗിക്കുന്നവരാണ് ഞാൻ. ഇതേ വോയിസിൽ 2026 ഞാൻ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. 2026 പല രാജ്യങ്ങളിൽ. പക്ഷെ ഭീമോനശനെ എത്ര നാൾ ആർക്ക് വേണമെന്ന് ഞാൻ പറയാം. ശബ്ദം അടയ്ക്കുന്നതിനും വരെ, തൊണ്ടയടച്ച ആർക്ക് വേണം? എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ഞാൻ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത് എനിക്കറിയാം. എൻ്റെ ശബ്ദമില്ലാതെയായാലും എന്നെ ആവശ്യമുള്ള ഒരുവനുണ്ട്. നീ ഇത് മാത്രം ഗ്രഹിച്ചാൽ മതി. ബലമില്ലാതായ ആർക്കും വേണ്ട മക്കളെ. ചുമ്മാതി ഓടി അലഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബലമുള്ളപ്പം, ശക്തിയുള്ളപ്പം
പ്രാർത്ഥിച്ചോണം. കയ്യൊന്ന് ഉയർത്തിയായിട്ട് ദൈവത്തെ സ്തുതിച്ചേ. ഞാനിവിടെ ദേവദാസൻ ഇപ്പം ഓർത്തൊരു കാര്യം പറയാം. 2021 ജനുവരി 24 എനിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ തലേ ദിവസം ഇതുപോലെ സൂമിലൂടെ ഈ രാജ്യത്തുൾപ്പെടെ 3-4 രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. 20 പേര് വെച്ച് എന്ന് ആരാധന നടത്താനൊക്കെ 1.5 മണിക്കൂർ സംസാരിച്ചു. അവിടെയും ലൈവ് ഇങ്ങനെ പോകുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ആ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. അവിടെ ചെന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായപ്പം നിങ്ങൾക്കറിയാം, ഒരു ഇഞ്ചക്ഷൻ കയറ്റാണ് 48,000 രൂപയുടെ. അത് ബുദ്ധിമുട്ടാണ്, അതാണ് പ്രശ്നമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം മെഡിക്കൽ. അവർ പറഞ്ഞു ഇത് കയറ്റി കഴിയുമ്പോൾ അടുത്ത് അറ്റാക്ക് ഉടനെ ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാം, ആൾ തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അതുവരെ ഓടി നടന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊന്നും അറിയുന്നില്ല. അപ്പോൾ അന്ന് രാത്രി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഓൺലൈനിൽ പ്രസംഗിക്കണം. അപ്പോൾ ഇതിനകത്ത് കൊണ്ടിട്ടു ഈ ഇഞ്ചക്ഷൻ കയറ്റിയപ്പോഴത്തേന് പുറത്ത് നിലവിളിയൊക്കെ ഞാൻ അറിയുന്നില്ല. ഇത് കയറിപ്പോയപ്പോൾ അവർ താങ്ക് ഗോഡ് എന്നൊരു സഹോദരി പറയുന്നത് കേട്ടോ. അവിടെ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എന്നെ ഇങ്ങനെ സ്ട്രെച്ചറിൽ ഇറക്കുമ്പോഴേ എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററോട് പറഞ്ഞു, ഇന്ന് രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നീ പ്രസംഗിക്കണം. പക്ഷെ നിങ്ങൾ കേൾക്കണോ? അദ്ദേഹം എന്നോട് പറയാ, പാസ്റ്റർ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോഴേ അവർ വേറെ ആളെ വിളിച്ചു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ലോകം. ഇത്രയേ ഉള്ളൂ. നീ ചാടി അധ്വാനിച്ച്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ പിശാചിനെ സേവിച്ചതിൻ്റെ 1000-1 അംശം എൻ്റെ കർത്താവിനെ സേവിച്ചെങ്കിൽ അവനെ കൈവിടില്ലായിരുന്നു. ഇത്ര നല്ലവനാം പ്രിയനെ കൈയടിച്ച് പാടിയേ. ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. അവകാശം ദൈവത്തിന് കൊടുക്കുക. അതിൻ്റെ 2ാം ഭാഗം പറഞ്ഞു നിർത്താൻ നമ്മുടെ സമയം പോയല്ലോ. 31-ാം സങ്കീർത്തനം 19 വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും. അടുത്തത്, നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. 1, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നന്മ കരുതി വെക്കുന്നു, നന്മ നോക്കി വെക്കുന്നു, നന്മ സംഗ്രഹിച്ചു വെക്കുന്നു. 2, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക അത്ഭുതങ്ങളെ ചെയ്യുന്നു. ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. ആരാണ് ഈ മനുഷ്യപുത്രന്മാർ? അത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കാം. 66-ാം സങ്കീർത്തനം. ആരാണ് മനുഷ്യപുത്രന്മാർ? 66-ാം സങ്കീർത്തനം, സാംസ് 66 വേഴ്സ് 10 ഓൺവേഴ്സ്. 66-10 മുതൽ വായിച്ചു. ആരാണ് മനുഷ്യപുത്രന്മാർ? 66 ദൈവമേ, യെസ്, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്തെ വലിയൊരു ഭാരം നീ വെച്ചു. അടുത്തത്, നീ മനുഷ്യരെ
ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അടുത്തത്, ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു, എങ്കിലും കൈ ഉയർത്തി പറ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. കൈയൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞ ശക്തിയോട്. ഒരുപക്ഷെ കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത് അല്ല ഇന്ന് അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. വലയ്ക്കകത്തായിരിക്കുന്ന അവസ്ഥ, മുതുകത്ത് ഭാരമിരിക്കുന്ന അവസ്ഥ, മനുഷ്യർ തലയിൽ കയറി ഓടുന്ന അവസ്ഥ, തീയിലും വെള്ളത്തിലൂടെ പോകേണ്ടി വന്ന അവസ്ഥ, ഇതെല്ലാം നീ അനുഭവിച്ചെങ്കിലും ദൈവം നമ്മെ ഹല്ലേലൂയ. അത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാടുണ്ടോ? ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു. പിന്നെ പൊക്കാവുന്ന തലയായിരുന്നു, ഇനി തല മാത്രം കിടക്കുന്നു, നടുവിൻ്റെ ഭാരമിരിക്കുന്നു, തല. പക്ഷെ ആ തലയിലൂടെ ആര് കയറിയെന്ന? മനുഷ്യരെ തലയിൽ കയറി ഓടിക്കുമാറാൻ. ഞങ്ങൾ തീയിലൂടെയും അതൊക്കെ മനസ്സിലാക്കണ കുറേ സമയമുണ്ട്. എന്താണ് തീയിലും വെള്ളവും? മലാക്കി പ്രവചനം 3:3, നീ മനുഷ്യപുത്രന്മാരെ ഇരുന്ന് ശോധന ചെയ്യുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ. കണ്ടോ? മതി, ശോധന ചെയ്യുക, ശുദ്ധീകരിക്കുക. വെള്ളി ഇടം മാറ്റുന്നത് എങ്ങനെ? ഒരിക്കലും ഇംഗ്ലണ്ടിലൊരു സഭയിൽ ഒരു സാഹിബ് ഇത് പ്രസംഗിച്ച അവിടെ നിന്ന് മാതാമയ്ക്ക് ഇത് മനസ്സിലായില്ല. ഈ വാക്യം, നിങ്ങൾ തീയിലും വെള്ളത്തിലൂടെ പോകുന്നു. എന്താണ് തീയും വെള്ളവും? എന്നെ നോക്കൂ. അപ്പം പാസ്റ്റർ പറഞ്ഞു, ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ആലയിൽ ചെന്നാൽ മതി, ഈ വെള്ളി ശുദ്ധീകരിക്കുന്ന കാണാം. അവരവിടെ ചെന്നപ്പോൾ വലിയ കനൽ, അതികഠിനമായ ചൂടുള്ള കനലിലേക്ക് കുടിൽ കൊണ്ടൊരു വെള്ളിക്കട്ടി എടുത്ത് ഈ ബ്ലാക്ക് സ്മിത്ത് ഇടുന്നു. ഈ വെള്ളി തീയുടെ നിറമായി കഴിയുമ്പോൾ അതിനെ എടുത്ത് അടിച്ച് പരത്തുന്നു. പിന്നെ എവിടെ ഇട്ടിടുന്നു? വെള്ളത്തിലിടുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് തീക്കകത്തിടുന്നു. പിന്നെ എടുത്ത് അടിച്ച് പരത്തുന്നു. പിന്നെ വെള്ളത്തിൽ. തീയിലും വെള്ളത്തിലും, തീയിലും വെള്ളത്തിലും. അതിനിടയിൽ എന്തോ ഉണ്ട്? അടിച്ച് പരത്തുന്നു. കുറച്ച് നേരം ഇവിടെ നോക്കിക്കൊണ്ട് ചോദിച്ചു, സാർ എത്ര നേരം നിങ്ങളിതിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും? എത്ര നേരം ഇത് തീക്കകത്തും വെള്ളത്തിനകത്തും കയറി ഇറങ്ങേണ്ടി വരും? അയാൾ പറഞ്ഞു, എൻ്റെ രൂപം ഇതിൽ പതിയും വരെയും ഞാനിതിനെ അടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? എൻ്റെ രൂപം ഇതിൽ പതിയണം. കർത്താവിൻ്റെ രൂപം നിന്നിൽ പതിയും വരെയും ഇംഗ്ലണ്ടിലായാലും ഇറ്റലിയിലായാലും ശോധനയിലൂടെ പോകേണ്ടി വരും. എന്താണ് ഉദ്ദേശിച്ചത്? നീ ഞങ്ങളെ വലയ്ക്കകത്താക്കി, ഞങ്ങളുടെ മുതുകത്ത് വലിയ ഭാരം വെച്ചു. നീ മനുഷ്യരെ പറഞ്ഞിട്ട് മക്കളെ, മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. 31-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, മനുഷ്യപുത്രന്മാർ കാണേ നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്നെ നോക്ക് ദൈവമക്കളെ, ഞാൻ ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു, 31-ാം സങ്കീർത്തനത്തിലെ മനുഷ്യരാണ് ഇവിടുത്തെ മനുഷ്യപുത്രന്മാർ. മനുഷ്യപുത്രന്മാർ കാണെ അത്ഭുതം ചെയ്യും. 66-ാം സങ്കീർത്തനത്തിൽ നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, മനുഷ്യപുത്രന്മാർ കാണെ ദൈവം നിനക്ക് അത്ഭുതം ചെയ്യുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്റെ തലയിൽ കയറി ഓടിയവർ കാണെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നന്നായി ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണും, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതിൻ്റെ അർത്ഥം വന്ന് അല്പകാലം മനുഷ്യൻ നിന്റെ തലയിൽ കയറി ഓടാൻ ദൈവം അനുവദിക്കും. മനുഷ്യൻ തലയിൽ കയറി ഓടുക എന്ന് പറഞ്ഞ എന്താണ്? നിന്നെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ ദുഃഖിപ്പിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ അപമാനിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ ആക്ഷേപിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ കരയിപ്പിക്കുന്നവരെ കുറിച്ചാണ്. മനുഷ്യപുത്രന്മാർ കാണുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നീ എവിടെ കരഞ്ഞോ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ വേദനിച്ചോ, അവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്നെ കരയിപ്പിച്ചവർ കാണുക, നിന്നെ വേദനിപ്പിച്ചവർ കാണുക, നിന്നെ ഒറ്റപ്പെടുത്തിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ശക്തിയോടൊന്നുകൂടെ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. വിശ്വാസത്തോടെ, എവിടെ ഞാൻ അപമാനിക്കപ്പെട്ടോ, എവിടെ ഒറ്റപ്പെട്ടോ, എവിടെ
കരഞ്ഞോ, അവിടെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരു അഭിഷക്തൻ സ്റ്റേജിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങൾ പറയണം, ആ ദൂത് എന്നോടാണ്, ആ ദൂത് എന്നോടാണ്. 2001 ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കുകയാണ്. വലിയ ജനസഞ്ചയം. പ്രസംഗത്തിനിടയിൽ പെട്ടെന്ന് ദൈവാത്മാവ് പലയിടത്തും ഞാൻ പറയും, ഇവിടെയും വിട്ടുപോയിട്ട് ഓർപ്പിക്കുക. ഏശയ്യാ ചാപ്റ്റർ 59 വേഴ്സ് 21 ഒന്നെടുത്തോ, വേദവസം കൊണ്ടുവന്നെല്ലാം ഒന്ന് തുറന്നേ, പേന കൊണ്ടുവന്നെല്ലാം ഒന്ന് വരച്ചേ. അത് വിട്ടുപോയിട്ടും പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. എവിടെ പോകുന്നോ അത് പറഞ്ഞിട്ടേ ഇപ്പോൾ പോകുന്നുള്ളൂ. ഏശയ്യാ ചാപ്റ്റർ 59 വേഴ്സ് 21 വായിച്ചാട്ട്. ഒരാൾ വായിക്കും, മറ്റവരെല്ലാം പേന കൊണ്ട് വരയ്ക്കണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി വരച്ചോണം. വായിച്ചോ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നിൻ്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. വരച്ചോ, വീട്ടിൽ പോയി വരച്ചോണം. എല്ലാവരും ബൈബിളിൽ വരയ്ക്കണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ കൈവച്ച് ദൈവത്തോട് പറയണം, ഞാനവിടെ ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്ന യഹോവ അരുളി ചെയ്യുന്നു. ന്യൂ ബ്രാൻഡ് കാറ് മാറി മാറി തരാവുന്നല്ല, ഏറ്റവും വലിയ കെട്ടിടങ്ങൾ തരാവുന്നല്ല. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറില്ല. ഞാനിത് വിട്ടുപോയിട്ടും പരിശുദ്ധാത്മാവ് പറയാം നിങ്ങളോട്, നിങ്ങൾ ഈ പുസ്തകം തുറക്കണം, ഈ വാക്യത്തിൽ കൈവെക്കണം. കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുതേ. ഏതാണ്ട് 1000-ലധികം ദൈവമക്കൾ അവിടെയുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കരം നെഞ്ചോട് ചേർത്ത് പിടിക്കൂ, മറുകരം സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കൂ, എന്നിട്ട് പ്രാർത്ഥിക്കൂ, കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. അതൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ മേലുള്ളതിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറുന്ന നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം, നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാൻ പറഞ്ഞു, ഒരു കരം നെഞ്ചോട് ചേർത്ത് പിടിക്കൂ, മറുകരം സ്വർഗത്തേക്ക് ഉയർത്തൂ, സകല മാതാക്കളും പിതാക്കളും പ്രാർത്ഥിക്കൂ. കണ്ണുനീരോട് ആ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി മക്കളില്ലാത്തൊരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, കർത്താവേ, ഈ ദൂതന്നോടാണ്, എൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും എൻ്റെ വായിൽ നിന്ന് വചനവും എന്നിൽ അവസാനിക്കരുത്, എൻ്റെ സന്തതിയുടെ മേൽ വ്യാപരിക്കണം. അവളത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ ബീമോനച്ചനത് കേട്ടില്ല, കണ്ടില്ല. ഓപ്പോസിറ്റ് ഇരുന്ന അവളുടെ ഹസ്ബൻഡ് അത് കേട്ടില്ല. പക്ഷേ സ്വർഗത്തിൽ ദൈവം അത് കേട്ടു. 4 വർഷത്തിന് ശേഷം അതേ ഹോളിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പോൾ അവിടുത്തെ പാസ്റ്ററോട് നേരത്തെ പറഞ്ഞ് ഒരു ഫാമിലി എന്നെ കാത്തു നിന്നിരുന്നു. ഞങ്ങളൊന്നിച്ചൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ 2 പാവക്കുട്ടികളെ പോലെ 2 എണ്ണം പാസ്റ്ററെ പുറകുറിയിരിക്കുന്നു. എന്നാ പറഞ്ഞ പോലെ പറഞ്ഞു, പാസ്റ്റർ 2001 അങ്ങ് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിൻ്റെ മേലുണ്ട് ആത്മാവും നിൻ്റെ വായിൽ നിന്ന് വചനവും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞവളാണ് ഇവിടെ ഇരുന്നത്. എന്നാ പറഞ്ഞോലും പറയാ. ഇപ്പം 2 എണ്ണം 4 വർഷം. അടുത്ത സമയത്ത് ഒന്നുകൂടെ ദൈവം തന്നാ തട്ടുപിടിച്ചിട്ടാ. ഞാൻ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ഗിഫ്റ്റുമായി അവർ വരും. നീ കരാ, നിൻ്റെ മേലുള്ള വാഗ്ദത്തം തലമുറമേൽ വ്യാപരിക്കും. നിൻ്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം. നമ്മുടെ സമയം തീർന്നല്ലോ. എല്ലാവരും എഴുന്നേറ്റ് ഒരു പദം കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണം അവസാനിക്കാം. നിങ്ങളുടെ അടുക്കെ വരാനും കാണാനും ഒക്കെ ദൈവം കൃപ തന്നല്ലോ. എപ്പോഴും സാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, എല്ലാവരും കേൾക്കണം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിലൊരുത്തി പ്രവാചകൻ്റെ കയ്യിൽ വന്ന് പറഞ്ഞു, യജമാനനെ, എൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിൻ്റെ ദാസൻ പറഞ്ഞാട്ട് യഹോവാഭക്തനായിരുന്നു.
അവൻ എൻ്റെ ഭർത്താവ് എന്നതിനേക്കാൾ നിന്റെ ദാസനായിരുന്നു. നിന്റെ ദാസൻ എന്നതിനേക്കാൾ അവൻ യഹോവ ഭക്തനായിരുന്നു. എത്രയോ കല്യാണങ്ങൾക്ക്, എത്രയോ ശവടക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു ഭക്തനാണെന്ന് ഭൂവിലാരും പറഞ്ഞില്ലെങ്കിലും, നിങ്ങളൊരു ഭക്തയാണെന്ന് ഭൂവിലാരും പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾ ജീവനോടിരിക്കുമ്പോഴോ നിങ്ങൾ പാരിടം വിട്ടു പോയി കഴിഞ്ഞാലോ നിങ്ങളെ ഓർക്കുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണ എൻ്റെ പപ്പ ഒരു ഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഒരു ഭക്തയായിരുന്നു. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് നമുക്കത് പറയാൻ കഴിയും, നിന്റെ മാതാവിനെ കുറിച്ച് പറയാൻ കഴിയും. നിന്നെക്കുറിച്ച് പറയുമോ നിന്റെ തലമുറ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ലോകത്ത് എവിടെ നിൽക്കുമ്പോഴും ഏത് ഓഡിയൻസിൻ്റെ നിന്നാലും എൻ്റെ അപ്പനെ ഓർത്താൽ എൻ്റെ കണ്ണ് നിറയും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 7-ാം വയസ്സിൽ നിത്യത്തിൽ അദ്ദേഹം പറന്നു പോയതാ. പക്ഷെ അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ കോൺഫറൻസ്, പീസിന കോൺഫറൻസിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗികൻ, വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ ഡോക്ടർ ഡേവിഡ് ജോഗിച്ച ഉൾപ്പെടെയുള്ള കോൺഫറൻസിൽ മലയാളത്തിലെ പ്രസംഗിനെ ഞാൻ പോയതാണ് 2006, 19 വർഷം മുമ്പ്. അതിനുശേഷം ഞാനിവിടെ വരുന്നത്. ആ കോൺഫറൻസിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് യാത്ര ചോദിക്കാതെ എൻ്റെ അമ്മ നിത്യതയിലേക്ക് പറന്നുപോയി. എവിടെ നിന്നാലും എൻ്റെ അമ്മയെ ഓർത്താൽ മതി എൻ്റെ കണ്ണ് നിറയാൻ. അവർ ഭക്തയായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങും മുമ്പ് പ്രാർത്ഥിക്കണം. ഒത്തിരി നിൻ്റെ തലമുറയ്ക്ക് സമ്പാദിച്ചു കൊടുത്തില്ലേലും, ബംഗ്ലാവ് പണിയിപ്പിച്ചില്ലേലും, ഖജാൻജി ആയില്ലേലും, സെക്രട്ടറി ആയില്ലേലും, സെൻട്രൽ പാസ്റ്റർ ആയില്ലേലും, നീ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കൺമുമ്പിൽ എൻ്റെ തലമുറയ്ക്ക് മാതൃകയല്ല ജീവിതം നയിക്കണം. ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ തലമുറ എന്നെ ഓർത്ത് കരയണം. അയ്യോ, കോടികളുണ്ടാക്കിയിട്ടെന്നല്ല, എൻ്റെ അപ്പം ഭക്തനായിരുന്നു പറയണം, എൻ്റെ മമ്മി ഭക്തയായിരുന്നു പറയണം. അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു, നിന്റെ ആത്മീയ ജീവിതം രക്ഷപ്പെട്ടു. കണ്ണടച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട്. തിരക്കിനിടയിൽ, ഓട്ടങ്ങളിടയിൽ ദൈവം നമുക്ക് നല്ലൊരു പകൽ തന്നു. നമ്മുടെ പലരുടെയും കണ്ണ് നിറയുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ ഹൃദയം നിറയുന്നുണ്ട്. അതാണ് വേണ്ടത്. യേശുവേ എന്നൊന്ന് വിളിച്ചേ. കർത്താവേ, ഭക്തനായി നിൽപ്പാൻ, ഭക്തനായി നിൽപ്പാൻ, വിശുദ്ധനായി നിൽപ്പാൻ, നേരോട് നിൽപ്പാൻ എനിക്ക് കൃപ തരണേ. എൻ്റെ തലമുറയ്ക്ക് കൃപ തരണേ. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് ഈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ്ട്, യേശുവേ എൻ്റെ തലമുറയ്ക്ക് മാതൃകയുള്ളവനായി നിൽപ്പാൻ കൈ സുഹൃത്തിപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, നമ്മുടെ സാന്നിധ്യം നൽകുന്നോർത്ത് സ്തോത്രം, നമ്മുടെ ശക്തി വെളിപ്പെടുന്നോർത്ത് സ്തോത്രം, നമ്മുടെ കൈ ഞങ്ങളെ തൊടുന്നോർത്തങ്ങ് സ്തുതിക്കുന്നു. നേരോട് ജീവിച്ച് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ. എൻ്റെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരെയും പേഴ്സണലായി പ്രാർത്ഥിക്കാൻ നേരമില്ല. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നീ എവിടെ കരഞ്ഞോ? നീ എവിടെ വേദനപ്പെട്ടോ? നീ എവിടെ ഒറ്റപ്പെട്ടോ? നിന്റെ അപ്പൻ എവിടെ വേദനിച്ചോ? എവിടെ കരഞ്ഞോ? ആരെവിടെ തള്ളിപ്പറഞ്ഞോ? അവിടെ ദൈവം നിന്നെ ഉയർത്തും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ആവശ്യം കൈ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കരം നിന്റെ ജനത്തെ തൊടണമേ. നിന്റെ ശക്തി അവിടെ മധ്യേ വ്യാപരിക്കണമേ. അവിടെ വ്യക്തിപരമായ വിഷയങ്ങൾ അടിയനറിഞ്ഞുകൂടാ, അങ്ങേക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെട്ട വചനപ്രകാരം നിന്റെ അഭിഷക്തനാടിയൻ നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ഔദ്യോഗിക മേഖലകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, തലമുറമേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. നിന്റെ ശക്തി വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. ഭക്തന്മാർക്കൊണ്ട് നീ സംഗ്രഹിച്ചതും ആശ്രയിക്കുന്നവർക്കൊണ്ട് മനുഷ്യപുത്രന്മാർ കാണുക. നീ പ്രപഞ്ചമായ നിന്റെ നന്മയത്ര വലുത്. നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതാണ് ദൈവം അവിടെ സംഗ്രഹിച്ചത്. ഈ മണ്ണിലെ കാര്യമൊക്കെ മണ്ണാങ്കട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ല, അങ്ങ് എത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം. അവിടേക്ക് എനിക്ക് എത്താൻ കഴിയും. അവിടെ എത്തണം, അതിനുവേണ്ടി ഓടുക.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം, എന്നെ ക്ഷണിച്ചതിൽ നന്ദി. നമ്മുടെ കർത്താവ് ഈ നാളിൽ വരും. 1000 വിശുദ്ധന്മാർ മണ്ണിൽ മണ്ണിലേക്ക് മറന്നു വരും. നമ്മളെവിടെയായിരുന്നാലും അവിടെ കാണും. അതിനെ ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെസ്. മിസ്രയീം ദേശത്ത് യോസേഫിൻ കണ്ണുനീർ കണ്ടവ നിന്നോട് കൂടെയുണ്ട്. മിസ്രയീം ദേശത്തു യോസേഫിൻ കണ്ണുനീർ കണ്ടവർ എന്നോട് കൂടെയും. എന്നെ വിളിച്ചവൻ, എന്നെ വിളിച്ചവർ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെ. എന്നെ വിളിച്ചവൻ, എന്നെ വിളിച്ചവർ, എന്നെ രക്ഷിച്ചവർ എന്നാളും എന്നോട് കൂടെ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലി. ആകാശം ഭൂമി, ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും. ചേർന്ന് പാടാമോ? എന്തെല്ലാം വന്നാലും, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി. 600,000 600,000 കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. 600,000 കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെ. മിസ്രയീം ദേശത്തിൽ, മിസ്രയീം ദേശത്തിൽ യോസേഫിൻ കണ്ണുനീർ കണ്ടവർ എന്നോട് കൂടെ. ഹല്ലേലൂയ. മിസ്രയീം ദേശത്തിൽ യോസേഫിൻ കണ്ണുനീർ കണ്ടവർ എന്നോട് കൂടെ. എന്നെ വിളിച്ചവൻ, എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെ. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും. ഹല്ലേലൂയ. ഒരു നാളും നിന്നെ ഉപേക്ഷിക്കാം, ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലി. ആകാശം ഭൂമി, ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല.
എന്തെല്ലാം വന്നാലും എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എത്ര പ്രതികൂലങ്ങൾ വരട്ടെ, എത്ര പ്രശ്നങ്ങൾ വരട്ടെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും എന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത് മനുഷ്യപുത്രന്മാർ കാണുക ചെയ്യുവാൻ കഴിയുന്ന ആ ദൈവിക വിടുതൽ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ ദിവസങ്ങളിടെയാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന കരയുന്ന മാതാപിതാക്കളെ, കരയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, തലമുറ തലമുറയായി കൂടെ ഇരുന്ന് സഹായിക്കുന്നവൻ. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ നിലവിളിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അവരെ കണ്ണുനീരിനെ മറികടക്കാതെ തലമുറകൾക്ക് വേണ്ടി കരുതി ഇവിടം വരെ എത്തിച്ചത് ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ പറഞ്ഞാട്ട് എന്നെ സ്നേഹിച്ച വഴങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളെക്കാൾ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരൊക്കെ എത്തിപ്പെടാത്ത മേഖലകളിൽ ദൈവം ഞങ്ങളെ കൊണ്ടെത്തിച്ചത്, ഈ അനുഭവിക്കുന്ന നന്മകളൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. എത്രമാത്രം പ്രിയപ്പെട്ടവർക്ക് വിശ്വാസമുണ്ട്. അല്ല പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കരയുന്ന മാതാപിതാക്കളിനകത്ത് എഴുന്നേൽക്കട്ടെ, നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരിനകത്ത് എഴുന്നേൽക്കട്ടെ. അതിനായി ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം, അതിനായി ദൈവരങ്ങളിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കും കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് കിടന്ന് പ്രാർത്ഥിച്ച ആശീർവാദം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്ന സമയം മുതൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ആത്മാവിൽ കർത്താവെ പാടുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അവസരമൊരുക്കി തന്നതിനാൽ